ഒരു പാവം ഉമ്മ മരണം വരെ മകൻ യഥാർത്ഥ വിശ്വാസിയായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഉമ്മ, സ്വന്തം ആദർശത്തിൽ ആ ഉമ്മ നിന്നുകൊണ്ട് തന്നെ മകനോട് കൃത്യമായതും അനിവാര്യമായതുമായ നിലപാടെടുക്കേണ്ടി വന്ന ഉമ്മ. ആ ഉമ്മയുടെ മകൻ മരണപ്പെട്ടപ്പോൾ ആ ഉമ്മ സോഷ്യൽ മീഡിയകളിൽ, ഫേസ്ബുക്കുകളിൽ, ഇൻസ്റ്റഗ്രാമുകളിലൊക്കെ പോസ്റ്റ് ചെയ്തത് എന്താണെന്നറിയോ? നികൃഷ്ടമായ നീചമായ വാക്കുകളായിരുന്നു. ജിഹാദി ഉമ്മ ഹൗറന്മാരുടെ അടുക്കലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് കാണാനും കേൾക്കാനും അറക്കുന്ന വാക്കുകൾ. ഒരു മകൻ ഒരു ഉമ്മയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന വാചകങ്ങളാണിതെന്ന് മനസ്സിലാക്കണം. ആരാണ് ആളുകളെല്ലാം ഹാർപ്പിക് ഹുസൈൻ എന്ന് വിളിക്കുന്ന ആരിഫ് ഹുസൈൻ ആരാണെന്നറിയോ? ദീനിൽ നിന്ന് വ്യതിചലിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസഭ്യം പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിന് ബിസ്മി ഡിങ്കൻ എന്ന് പറഞ്ഞ്, ഡിങ്കൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഇസ്ലാമിനതിനെ ശക്തമായ രൂപത്തിൽ വിമർശിക്കുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്ന, മുസ്ലിമീങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന സാക്ഷാൽ നിരീശ്വരവാദി, നാസ്തികതയിലേക്ക് ചേക്കേറിയ, മനുഷ്യനെന്ന് പ്രയോഗിക്കാൻ കഴിയാത്ത നീചനായ വ്യക്തിയാണ് ഈ പറയപ്പെട്ട വ്യക്തി. സ്വന്തം ഉമ്മയെ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ വേദനിച്ചു പോയി. ഒരു ഉമ്മയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നാമൊക്കെ പെണ്ണായി പിറന്നൊരു മാതാവിൻ്റെ ഗർഭാശയത്തിലൂടെയാണല്ലോ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ കേട്ടപ്പോൾ അറുക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് പ്രതികരിച്ചു. നമ്മുടെ മക്കളൊന്നും അതുപോലെയാകരുത്. പല ആളുകളും അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരു അൽഹംദുലില്ലാ പറയൂ എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹു നമ്മെ ഇവനെപ്പോലെ ആക്കിയില്ലല്ലോ എന്ന് കരുതിയിട്ട്. പേരുണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ? മുസ്ലിം പേരെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇസ്ലാമിനെ പരിഹസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ ഇതുപോലെയാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ഞായറാഴ്ച ബുക്ക് ചെയ്ത് മാത്രം വരെ 10 മണിക്കാണ് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കും. ഗൃഹാന്തരീക്ഷത്തിൽ നല്ല ചിട്ടയോട് അച്ചടക്കത്തോടുകൂടെ മതവും ഭൗതികമൊക്കെ ഒരുമിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നോമ്പ് തുറയിലേക്കൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ദുആകളിലും, വിശുദ്ധ റമളാനിൻ്റെ ലൈലത്തുൽ ഖദർ ഉൾപ്പെടെയുള്ള ദുആകളിലൊക്കെ ഉൾപ്പെടാൻ കാരണമാകും. ഒരു 50 പേരുടെ, 20 പേരുടെ, 10 പേരുടെയൊക്കെ നോമ്പ് തുറ നൽകാൻ കഴിയുന്നവർ നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഉമ്മ മുമ്പേ ഈ വ്യക്തിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എത്രയോ ശരിയായ നിലപാടാണെന്ന് ഇയാളുടെ പോസ്റ്റ് ഇപ്പോൾ കണ്ടപ്പോൾ നമുക്കൊക്കെ ബോധ്യമായി. ആ ഉമ്മ ഒരിക്കൽ പറഞ്ഞു അത്രേ, ഇങ്ങനെയൊരു കുഞ്ഞിനാണ് ജന്മം നൽകാനിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഗർഭപാത്രം വലിച്ചു പുറത്തിടുമായിരുന്നു. ഇങ്ങനൊരു മകനെ ജനിക്കേണ്ട എന്നുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, തുല്യതയില്ലാത്ത വേദനയും നൊമ്പരവുമാണ് ആ ഉമ്മ യഥാർത്ഥത്തിൽ അനുഭവിച്ചത് എന്നാണ്. സ്വഭാവ വൈകൃതം കൊണ്ട് വീട്ടുകാരൊഴിവാക്കി, നാട്ടുകാരൊഴിവാക്കി, ഭാര്യമാരൊഴിവാക്കി, അവസാനം അതെല്ലാം കൊണ്ട് തീർത്തത് എവിടെയാണ്? മനുഷ്യരെ വഴികേടിലാക്കുക. അതാണ് അയാൾ പിന്നെ തിരഞ്ഞെടുത്തത്. എങ്ങനെ മനുഷ്യരെ വഴികേടിലാക്കുക? ചില ചാനലുകളുണ്ട്, ചില വിദ്വേഷ പ്രചരണം നടത്തുന്ന ചാനലുകൾ. അത്തരം ചാനലുകളിലും അത്തരം വാളുകളിലൊക്കെ ചെന്നിട്ട് മനുഷ്യർക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ മതവിദ്വേഷ പ്രചാരണം നടത്തുന്ന യഥാർത്ഥ സൈക്കോയാണ് യഥാർത്ഥത്തിൽ ആ നികൃഷ്ടജീവി എന്ന് പറയുന്നത്. ഒരു ഉമ്മയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്, ഈ ദുനിയാവിൽ നമ്മൾ എത്ര സമ്പാദിച്ചാലും, ഏതു സ്ഥാനത്തിലെത്തിയാലും, നിൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടതോ ആകട്ടെ, നീ ആ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് അതിനുള്ളത് നീ അനുഭവിച്ചേ വിട പറയൂ എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഒരു ഇത് കൂട്ടിയിട്ട് പറയുകയോ ഒന്നുമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദോഷങ്ങളെയും, നാം ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കുള്ള ശിക്ഷകളെ അല്ലാഹു യുഅഖിറുല്ലാഹു തആല മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ
പരലോകത്തേക്ക് ഒരുപക്ഷെ അള്ളാഹു നീട്ടിവെച്ചേക്കാം. ബീദിനില്ല ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചത് പ്രകാരം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴികെ. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ ഈ ദുനിയാവിൽ നിന്ന് ഖബ്ലൽ മമാത്ത്, മരണപ്പെടുന്നതിന് മുമ്പ് അനുഭവിച്ചേ അവൻ വിട പറയുള്ളൂ. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവരുടെ മനസ്സിൽ വേദനിപ്പിക്കുന്നതോ അവരുടെ കണ്ണുനീർ തുള്ളി ഭൂമിയിൽ ആപതിക്കാൻ കാരണമായ, അവരെ നൊമ്പരപ്പെടുത്താൻ കാരണമായ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ റൂഹിനെ പിടിക്കുന്നതിന് മുമ്പ് അതനുഭവിക്കും. എത്ര വലിയ സ്ഥാനത്തുള്ളവനായാലും, ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യനായ ആളാണെങ്കിലും, നല്ല നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് തഹജ്ജുദ് എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളാണെങ്കിലും, ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരുടെ വിവാഹത്തിന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിർധനരായ ആളുകൾക്ക് സ്വതക്ക ചെയ്ത് അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്ത്, പാവപ്പെട്ട ആളുകളെ സഹായിച്ച് അവർക്ക് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, ഏത് രൂപത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും ദുനിയാവിൽ നിന്നവൻ അനുഭവിച്ചേ അവൻ വിട പറയുകയുള്ളൂ. അതങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത്. 10 മാസം ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച സ്വന്തം ഉമ്മയെ, അസ്ഥി നുറുങ്ങുന്ന വേദന സഹിച്ചാണ് ഓരോ ഉമ്മയും ഓരോ കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകുന്നത്. ആ ഉമ്മയെ വേദനിപ്പിച്ചവർക്ക് ദുനിയാവിൽ നിന്ന് അനുഭവിച്ച വിട പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ കേസെടുത്താൽ എത്ര പേർ നികൃഷ്ടമായ വാക്കുകളാണ് അയാൾ പ്രയോഗിച്ചിട്ടുള്ളത്. ആ ഉമ്മാക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്നാലും ആ ഉമ്മ സ്വന്തം വയറ്റിൽ കുരുത്ത ഇബ്ലീസിനോട് മരണം വരെ പടപൊരുതി അവസാനം അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിന്ന് തന്നെ വിട പറഞ്ഞു. ആ ഉമ്മാക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം മക്കൾ നമുക്കുണ്ടാകാതിരിക്കാൻ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആ ഉമ്മയോട് ദീർഘനേരം സംസാരിച്ചവർ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ട്, മോനെന്താ ഇങ്ങനെ ആയിപ്പോയി, എവിടെ നിന്നാണ് ഇത് പിഴച്ചത് എന്നൊക്കെ. ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ വളർത്തുന്ന സമയത്ത് മക്കളുടെ സാഹചര്യങ്ങൾ കൃത്യമായും മനസ്സിലാക്കി അറിഞ്ഞ് അവരെ വളർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളും ഇതുപോലൊരു പാളയത്തിലേക്കെത്തും. ഒരു ഉമ്മ മരണപ്പെടുക, ഉപ്പ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അതൊരു നമുക്കൊരു ഇമോഷണലി നമ്മെ വല്ലാതെ തളർത്തുന്നൊരു വിഷയമാണ്. വൈകാരികമായിട്ട് നമ്മൾ വല്ലാതെ തളരുന്നൊരു സന്ദർഭമാണ്. അത്തരം സന്ദർഭത്തിൽ ആ സ്പോട്ടിൽ തന്നെ ഇങ്ങനെയൊരു നീചമായ വാക്കുകളെ കൊണ്ടും വൃത്തികേടിൻ്റെ വരികളെ കൊണ്ടും പോസ്റ്റിടാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഈ മതത്തിൽ കഴിയുന്നവന് സാധിക്കില്ല. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് സാധിക്കില്ല. ആ മകൻ മതത്തിൽ നിന്നും പുറത്തുപോയി മതത്തിനെ എപ്പോഴും പരിഹസിക്കുന്നയാളായതുകൊണ്ട് മനസ്സ് മരവിച്ചു പോയി. ഇന്ന് പുതിയ തലമുറയിൽ വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്നില്ല, തലയിൽ തട്ടമിടുന്നില്ല, ഔറത്ത് കൃത്യമായി മറക്കുന്നില്ല, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കല്ലേ, അത് നിൻ്റെ ഔറത്ത് വെളിവാകും, അത് നിൻ്റെ നഗ്നത പുറത്ത് കാണാൻ കാരണമാകും, ആളുകളൊക്കെ അങ്ങോട്ടേക്ക് നോക്കും എന്നൊക്കെ ഉമ്മയുപ്പയും പറഞ്ഞു കൊടുത്താലും അവർക്കതിനോടൊരു ചെറിയ രൂപത്തിലുള്ള അനുസരണ പോലുമില്ല. നിരീശ്വരവാദത്തിൻ്റെ തുടക്കമായേക്കാം എന്നാണ് പറയുന്നത്. ഇന്നും ചില ആളുകളൊക്കെ ചില പേരുകളിലൊക്കെ ഇപ്പോഴും അറിയപ്പെടുന്നത് മുസ്ലിം നാമധാരികൾ തന്നെ അറിയപ്പെടുന്നത്, അവർ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് വല്ലാത്ത രൂപത്തിൽ അവർ പ്രകടമാകുന്നതൊക്കെ മുസ്ലിം പേരുകളിലുള്ളവരുണ്ട്. അപ്പോൾ നിരീശ്വരവാദത്തിലേക്കൊക്കെ ചേക്കേറിയാൽ നമ്മുടെ മക്കളും ഇതുപോലെ തന്നെയാണ് ആകുക. അതുകൊണ്ട് തുടക്കത്തിലേ ആ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് എവിടെയാണ് നമ്മുടെ മക്കൾക്ക് പിഴവ് സംഭവിക്കുന്നത്, എവിടെയാണ് നമ്മുടെ മക്കളുടെ വ്യതിചലനം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെറുപ്പത്തിൽ പിടിച്ചാൽ അതൊക്കെ കിട്ടും, കുറച്ച് വലുതായാൽ പിടിച്ചാൽ അതൊന്നും കിട്ടൂല. അങ്ങനെ നിരീശ്വരവാദത്തിലേക്കും നാസ്തികതയിലേക്കൊക്കെ ചേക്കേറിയിട്ട് ഉമ്മയെയും ഉപ്പയെയൊക്കെ തള്ളിപ്പറഞ്ഞ് അവസാനം എന്തോ ഒരു പേക്കോലമായി വളരുന്ന എത്രയോ ആളുകളുണ്ട്. ഉമ്മയോടുള്ള കടപ്പാട്, മാതാപിതാക്കളോടുള്ള കടപ്പാട്, അതെത്ര ചെയ്താലും എത്ര ചെയ്തു കഴിഞ്ഞാലും തീരാത്തൊരു സംഭവമാണ്. നമുക്കൊക്കെ അറിയാം, ഒരു ഉമ്മയെ
ഒട്ടകം വഹിക്കുന്നത് പോലെ, ഒട്ടകം വസ്തുക്കൾ ചരക്കുകൾ ചുമന്നു കൊണ്ടുപോകുന്നത് പോലെ ഒരു ഉമ്മയെ ചുമന്നു കൊണ്ടുപോവുകയാണ് ഒരു മോൻ. അങ്ങനെ ഉമ്മ നിർത്താൻ പറയുമ്പോൾ അവിടെ നിർത്തും, ഉമ്മ പോകാൻ പറയുമ്പോൾ അങ്ങ് പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടക്ക് ഉംറ നിർവഹിക്കുന്നു. ഉംറ നിർവഹിക്കുമ്പോൾ ഉമ്മയെ തോളിലേറ്റിയിട്ടാണ് ഉംറ നിർവഹിക്കുന്നത്. ത്വാഫുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ത്വാഫും ഉമ്മയെ തോളിലേറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഉമ്മയെ തോളിലേറ്റി ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന മകൻ സ്വഹാബി വര്യനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് പൂർത്തീകരിച്ച് വീട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന്. മഹാനരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നുണ്ട്, നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ എടുത്ത വേദനയുടെ ഒരംശം പോലും നീ ഇത്രയും നാൾ ചെയ്തതായിട്ടില്ല. ഉമ്മായോടുള്ള കടപ്പാട് പൂർത്തീകരിച്ചാൽ വിടുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും കടപ്പെട്ടത് ആരോടാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നുണ്ട്, നിൻ്റെ ഉമ്മയോട്. ആഗതൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, പിന്നെ ആരോടാണ്? മുത്തനബി തങ്ങൾ പറയുന്നുണ്ട്, ഉമ്മയോട്. സ്വഹാബി വീണ്ടും ചോദിക്കുന്നു, പിന്നെ ആരോടാണ്? ചോദ്യകർത്താവിൻ്റെ ഉദ്ദേശം രണ്ടാമതാരാണെന്നാണ്, മറ്റൊരാളെ പറയാനാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നുണ്ട്, നിൻ്റെ ഉമ്മയോടെന്ന്. അങ്ങനെ 3 തവണയും കഴിഞ്ഞ് കടന്നു വരുന്നതാണ് പിതാവെന്ന് പറയുന്നത്. അത്രമേൽ നമ്മുടെ പൊക്കിൽ കൊടിയുമായി ബന്ധമുള്ള, വളരെ ഗൗരവത്തോടുകൂടെ കടപ്പാടുകൾ പൂർത്തീകരിച്ച് വീട്ടേണ്ട മാതാപിതാക്കൾ, അവരെ വേദനിപ്പിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കും. വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിമിറ്റ് എന്താ? എന്തു ചെയ്താലാണ് വേദനിപ്പിക്കലാവുക? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾ ഛേ എന്ന് പോലും പറഞ്ഞേക്കരുതേ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ. ചില ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു, അവർ സംസാരിക്കുന്ന സമയത്ത് മക്കളോട് സംസാരിക്കുന്ന സമയത്ത് ഉമ്മ സംസാരിക്കുമ്പോൾ, ഉപ്പ മക്കളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മ മക്കളോട് സംസാരിക്കുമ്പോൾ അവർ ബിത്തലീനിൽ കലാം, ശബ്ദം നേർപ്പിച്ച് ലഘുവായി സംസാരിക്കുന്നു. എന്തുകൊണ്ട്? സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ മകൻ്റെ അടുത്തുനിന്നൊരു കരുണ കിട്ടൂല, അല്ലെങ്കിൽ മകൻ്റെ അടുത്തുനിന്ന് കിട്ടാനുള്ളത് കിട്ടൂല, അല്ലെങ്കിൽ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മോൻക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഒരു ഉമ്മയും ഉപ്പയും ശബ്ദം താഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. എന്നാൽ നാം ഉമ്മയെ വേദനിപ്പിച്ചതിൻ്റെ പരിധിയിൽപ്പെടും. ആ ഒരു സ്ഥിതിയിലേക്ക് നീ ഉമ്മയെ എത്തിച്ചു എന്നുള്ളത് കൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ പദം ഒരു സ്വഹാബിക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല. മുത്തനബി തങ്ങളുടെ അടുക്കലെത്തി കാര്യങ്ങൾ പറഞ്ഞു. ഹബീബായ സ്വഹാബാക്കൾക്ക് ചൊല്ലാൻ കിട്ടണ്ടേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമെന്ന് അന്വേഷിച്ചു. ദീർഘമാകുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഉമ്മയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഉമ്മ പുറത്തു കൊടുത്തതിന് ശേഷമാണ് സ്വഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്. സ്വഹാബികളുടെ ചരിത്രമാണത്. നമ്മൾ ഈ ആഖിറു സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ആഖിബത്ത് നന്നാവണ്ടേ? അള്ളാഹു നമ്മയൊക്കെ ആഖിബത്ത് നന്നായി മരണപ്പെടുന്ന മാതാപിതാക്കളുടെയും ഗുരുവര്യന്മാരുടെയൊക്കെ തൃപ്തി നേടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.